എക്സിറ്റ് പോൾ സർവേയിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി ആരെയാണ് പത്തനംതിട്ടയിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത്? രാഹുൽ ഗാന്ധിയെയാണോ, അതോ നരേന്ദ്രമോദിയെയാണോ, അതോ മല്ലികാർജുൻ ഖർഗെയാണോ, അതോ മറ്റൊരു നേതാവിനെയാണോ? ഉത്തരങ്ങൾ വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെയാണ്. 38.5% പേർ രാഹുലിനെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു. വലിയ വ്യത്യാസമില്ല. നരേന്ദ്രമോദി ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ 33.9%. അതാണ്, അതായത് 34%, 38%, 4% വ്യത്യാസത്തിലാണ് രാഹുൽ ഗാന്ധിയെ. അപ്പോൾ UDF ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാം. നിശ്ചയമായും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണുമ്പോൾ UDFന്റെ സർക്കാർ, കോൺഗ്രസിന്റെ സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ തൊട്ടു പിന്നിൽ അത്ര ദൂരത്തിലല്ലാതെ നരേന്ദ്രമോദി ഫിനിഷ് ചെയ്യുമ്പോൾ എഗെയിൻ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് 1% അയോധ്യ ക്ഷേത്രവും 3% രാജ്യരക്ഷയും കാണുന്ന 4% മാത്രമായി നമുക്ക് BJPയുടെ സാന്നിധ്യത്തെ അവിടെ ചുരുക്കി കാണണ്ട. നരേന്ദ്രമോദിയെ പ്രധാനപ്പെട്ട ലീഡറായി കാണുന്നു എന്നുള്ളതുകൊണ്ട് BJPക്ക് അതിന്റെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. UDF. അതെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരും തോന്നുന്നു. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 5. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ച് പത്തനംതിട്ടക്കാർ പറയുന്ന അഭിപ്രായം എന്താണ്? കേന്ദ്ര സർക്കാർ കൊള്ളാമോ അതോ മോശമാണോ? എന്താണ് പത്തനംതിട്ടയുടെ അഭിപ്രായം എന്നുള്ളത്? ഉത്തരങ്ങൾ ഇതാണ്. വളരെ മികച്ചതെന്ന് പറയുന്നത് 9.6% പേരാണ്. മികച്ചതെന്ന് 28.6% പേർ അഭിപ്രായപ്പെടുന്നു. അതായത് ടോട്ടൽ 38.2% പേർക്ക് മോദി സർക്കാരിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. എന്ന് മാത്രമല്ല, മോശം എന്ന് പറയുന്നത് കേവലം 24.6%. ഞാൻ രണ്ടും കൂടി കൂട്ടിയിട്ടാണ്. വളരെ മോശമെന്നും പറയുന്നവർ 24.6 മാത്രമായിരിക്കുന്നു. എന്നാൽ വളരെ മികച്ചത് എന്ന് പറയുന്നത് 38.2%. എൻ്റെ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണേൽ തിരുത്താം. നമ്മൾ ഈ കഴിഞ്ഞ 8 പാർലമെന്റ് മണ്ഡലങ്ങൾ കഴിഞ്ഞ് 9ാമത്തെ പാർലമെന്റ് മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഈ 9ാമത്തെ പാർലമെന്റിലേക്ക് വരുമ്പോൾ ഒരൊറ്റ പാർലമെന്റ് മണ്ഡലമാണ് കേന്ദ്രഭരണം മികച്ചതാണ് എന്ന് പറഞ്ഞ് ഏറ്റവും ഉയരത്തിൽ മോദിയെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് പത്തനംതിട്ടയാണ്. 38.2% ആളുകൾ കേന്ദ്രഭരണം വളരെ മികച്ചത് എന്ന് പറയുമ്പോൾ മോശമെന്ന് പറയുന്നവർ പിന്നിലായിരിക്കുന്നു. പത്തനംതിട്ടയിൽ 24.6%. അതായത് മികച്ച പ്രധാനമന്ത്രിയാണ് മോഡി എന്ന് 33.9% ആളുകൾ പറയുന്നു. മികച്ച സർക്കാരാണ് മോഡിയുടേതെന്ന് 38.2% ആളുകൾ പറയുന്നു. ആ അർത്ഥത്തിൽ നിശ്ചയമായും BJP വളരെ സ്ട്രോങ് ആണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ഇപ്പോഴും. ഉണ്ണിസാർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ഇവിടേക്ക് ഒന്ന് റീക്രാഫ്റ്റ് ചെയ്ത് പറയുകയാണ്. തുടക്കത്തിൽ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ പൂർണ്ണമായ ആധിപത്യമുള്ള 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിലനിൽക്കുമ്പോൾ ഒരു മന്ത്രി അവിടെ നിന്ന് ഉള്ളപ്പോൾ, ചീഫ് വിപ്പ് അവിടെ നിന്നുള്ളപ്പോഴാണ് ഈ ഫലം മുന്നിലേക്ക് വരുന്നത്. കേന്ദ്ര സർക്കാർ കൊള്ളാം എന്ന് പറയുന്നവരുടെ നമ്പർ അത് കൂടി നിൽക്കുന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ. അടുത്തത് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലിലേക്ക് കൂടി പോകാം. കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ച് പത്തനംതിട്ട പറയുന്ന അഭിപ്രായം എന്താണ്? മികച്ചതാണെന്നാണോ പറയുന്നത്, അതോ ശരാശരിയാണോ, അതോ മോശമാണോ? ഉത്തരങ്ങളിലേക്ക് പോകാം. വളരെ മികച്ചതെന്ന് 5.4% പേർ, മികച്ചതെന്ന് 11.8% പേർ അഭിപ്രായപ്പെടുന്നു. അതായത് 17.2% പേർക്ക് മാത്രമാണ് പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. അങ്ങനെയാണെങ്കിൽ മോശം എന്ന അഭിപ്രായമുള്ളത് നോക്കൂ, 22% ആളുകൾക്ക് മോശമെന്ന അഭിപ്രായം. വളരെ മോശമെന്ന അഭിപ്രായം 25.1%. അതായത് 47.1% ആളുകൾ ഈ സർക്കാർ മോശമാണ് എന്ന് വിലയിരുത്തുന്നു. വളരെ ആന്റി ഇൻകംബൻസി, വളരെ ക്ലിയർ ആയിട്ടുള്ള ആന്റി ഇൻകംബൻസി. പ്ലസ് ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം, വിലക്കയറ്റം. 23% ആളുകൾ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട വിഷയം. സപ്ലൈകോയുടെ മുന്നിൽ, പത്തനംതിട്ടയിൽ സപ്ലൈകോയുടെ മുന്നിൽ കലം തട്ടി ഒഴിഞ്ഞ കലവുമായി പ്രതിഷേധം നടന്ന മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ട ടൗണിൽ നടന്ന പ്രതിഷേധം അത് അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ജനകീയ വിഷയങ്ങൾ അവിടെ ചർച്ചയാകുന്നുണ്ട്. അത് ആർക്ക് അനുകൂലമായി വോട്ടായി മാറുമെന്നുള്ള ചോദ്യം അവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് പിണറായി സർക്കാർ എന്ന ചോദ്യത്തിന് മോശമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ UDF കാൻഡിഡേറ്റിനും ഗുണകരമാകാനുള്ള സാധ്യതയെ അവിടെ നിലനിർത്തും. കുറച്ചുകൂടി